എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങ് ആയത് കാരണം 2 പീസായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഓരോ ഉരുളക്കിഴങ്ങിനും ഓരോ തരം വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. സ്റ്റീം പോയത് ഞാൻ കുക്കർ തുറന്നിട്ട് അതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അത് ചൂടാറിയതും അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ വിടുവിച്ചെടുക്കുക. ഒരുപാട് ആറാൻ വിടണ്ട. ചെറു ചൂടോടെ ഉരിച്ചെടുക്കുകയാണെങ്കിൽ തോലൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. എല്ലാത്തിൻ്റെയും തോലൊക്കെ ഉരിച്ചെടുത്തതും ഞാൻ ഈ ഒരു സൈസിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നതും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം പെരിഞ്ചീരകം, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴണ്ടി വന്നതും തക്കാളി, പച്ചമുളകെല്ലാം ചേർത്തിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്താം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ട് അതിൻ്റെയും പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം പോയതും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചട്ടിയുടെ നടുവിലേക്കായി കുമിച്ച് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് വരെ വെക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. ഈ മസാലകളൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.